ഗ്രൂപ്പുകൾ മലയാള സിനിമയിൽ ഇല്ലേ ഇല്ല. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നടപടിയെടുക്കുക? ശരിയാണല്ലോ, വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണത്. AMMA സംഘടനയിലെ ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിന്റെ പുകിലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മയുടെ സ്റ്റേജ് പരിപാടി ഉള്ളതുകൊണ്ട് അല്പം നേരം വൈകിപ്പോയിരുന്നു. ഇത് മാത്രമേ പുള്ളിക്ക് പറയാനുള്ളൂ. എന്നാൽ വൈകിയതാ പോട്ടെ, പിന്നെ പറയുന്നതോ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല എന്ന്. 2 ദിവസത്തെ സമയം അമ്മയ്ക്ക് അനുവദിച്ചതല്ലേ, ഇതൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിച്ചു വരാൻ. എന്തായാലും ലേറ്റായി. അല്പം ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് വരികയാണെങ്കിൽ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവുമായിരുന്നു. പോട്ടെ, അതും പോട്ടെ. ഒടുവിൽ പറഞ്ഞതോ എല്ലാ തവണത്തെയും പോലെ മാധ്യമങ്ങൾക്കിട്ട് ഒരൊറ്റ കൂട്ട്. സംഭവം എന്താണെന്നല്ലേ, മാധ്യമങ്ങളാണത്രേ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ. എങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നത്? ക്ഷമിക്കണം, നിങ്ങൾ അഭിനേതാക്കളാണല്ലോ. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്കാണ് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റുള്ളത്. സിദ്ദിഖിന്റെ പ്രസംഗം അവിടെ തന്നെ നിൽക്കട്ടെ. ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ജോമോളുടെ ഒരു കുലീനതയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല എൻ്റെ രാമനാരായണ എന്നൊരു മട്ടില്ലേ, പുള്ളിക്കാരത്തി ആ വൈബിലായിരുന്നു അവിടെ വന്നിരുന്നത്. ജോമോളോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തന്നോട് സിനിമാ മേഖലയിൽ ആരും തന്നെ ഇതുവരെ മോശമായി പെരുമാറിയിട്ടേ ഇല്ല എന്നായിരുന്നു മറുപടി. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ആരും വാതിൽ വന്ന് മുട്ടിയതുമില്ല, ആരും അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെയും മാധ്യമപ്രവർത്തകർ കുത്തി ചോദിച്ചപ്പോൾ എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാനാകൂ എന്ന് ജോമോൾ. പൂർണ്ണ പിന്തുണയുമായി സിദ്ദിഖ കൂടെ തന്നെ നിന്നു. ശരിയല്ലേ, നമ്മുടെ അനുഭവം മാത്രമാണല്ലോ സത്യം, ബാക്കിയുള്ളവർ പറഞ്ഞു നടക്കുന്നതൊക്കെ നുണയാ. മാത്രവുമല്ല, 3-4 വർഷം മുമ്പേ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തി ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടാണെങ്കിലോ ശുദ്ധ മണ്ടത്തരവും. അതിന് പിന്നാലെ അമ്മയെ, ക്ഷമിക്കണം, AMMയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഇവിടെയുള്ളവർക്ക് സഹിക്കുമോ? ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. AMMയിൽ ഉണ്ടായ ഒരു നടപടിയെക്കുറിച്ച് സിദ്ദിഖ തുറന്നു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: 2006 നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് 2018 ഓർക്കണേ, 12 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് ഒരു വ്യാഴം സൂര്യന് ചുറ്റി വരുന്നത്ര സമയം കഴിഞ്ഞിട്ട് പരാതി നൽകിയ ഒരു ഭാഷ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു ഭാഷ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിദ്ദിഖ പറയുന്നത്. അന്ന് ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അന്ന് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ടില്ല. 6 വർഷം മുമ്പുണ്ടായ ഗുരുതര വീഴ്ചയെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണിത്. മാത്രവുമല്ല, AMMA സംഘടനയിൽ ഇതുവരെ ലൈംഗിക അതിക്രമ പരാതികൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പോലും. എത്ര ശരിയാണല്ലേ? സിനിമയിൽ കാണിക്കുന്ന ഹീറോയിസം ഒന്ന് ജീവിതത്തിൽ കാണിക്കാമെന്ന് നോക്കിയാൽ ഈ പെണ്ണുങ്ങൾ പരാതി നൽകണ്ടേ? ഞങ്ങൾ ഇത്രയും നെഞ്ചു വിരിച്ച ആണുങ്ങൾ ഉണ്ടായിട്ടും ഹേമ കമ്മിറ്റിയോട് പരാതി പോയി പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് ശരിയാകുക? നിങ്ങൾ തന്നെ പറ, എങ്ങനെ ശരിയാകും? വളരെ പ്രസക്തമായ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേതനം തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുത്ത് AMMA ഇപ്പോൾ ഭയങ്കര ക്ഷീണത്തിലാണ്. അയ്യോ, തുല്യവേതനത്തെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് തുല്യവേതനം എന്ന് കേട്ടാൽ മാരാരെ പോലെയുള്ള ചില ടീംസ് വരുമല്ലോ. പാർവതിക്കുള്ളത് നയൻതാരയ്ക്ക് കിട്ടുമോ, നയൻതാരയ്ക്ക് കിട്ടുന്നത് മാരാർക്ക് കിട്ടുമോ, മാരാർക്ക് കിട്ടുന്നത് മോഹൻലാലിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സഹോദരങ്ങളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ തുല്യവേതനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖയ്ക്ക് പറയാനുണ്ട്. ഹേമ കമ്മിറ്റി പുള്ളിയെ വന്ന് കണ്ടിട്ടില്ല എന്ന സങ്കടമാണത്. എന്നാലും എൻ്റെ ഹേമ കമ്മിറ്റിയെ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു മുതിർന്ന നടനല്ലേ ഒന്നുമില്ലേലും സിദ്ദിഖ, എന്നിട്ട് നിങ്ങൾ ഇമ്മാതിരി പരിപാടി മൂപ്പരോട് കാണിക്കാവോ? വേറൊരു പരിഭവം കൂടി മൂപ്പർക്കുണ്ട് കേട്ടോ. ലാലേട്ടനെയും മമ്മൂക്കയെയും പോയി കണ്ടീനു, പക്ഷെ എൻ്റെ അടുത്ത് വന്നില്ല എന്ന ആ ഒരു സങ്കടം. സാരല്ല സിദ്ദിഖ, നിങ്ങൾ ബേജാറാവല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി ഒന്നും തീരാൻ പോകുന്നില്ല. മലയാള സിനിമയല്ലേ ഇത്, ഇനി എന്തൊക്കെ പുറത്തു വരാനിരിക്കുന്നു. കമ്മിറ്റിയും പോലീസും ഒക്കെ ഇനിയും വരും. നിങ്ങൾ വർത്താനം പറഞ്ഞോളി. അയ്യോ, ഇതിനിടയിൽ ഞാൻ വിട്ടുപോയൊരു പുള്ളിക്കാരനുണ്ട് കേട്ടോ. കൊല്ലത്ത് മത്സരിച്ച് തോറ്റ നമ്മുടെ MP. അതെ, കൃഷ്ണകുമാർ. പുള്ളി പുതിയ വിവാദവുമായിട്ട് വന്നിട്ടുണ്ട്. കൊഴിയും കുത്തി കഞ്ഞിയും വിളമ്പി ഒന്നങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഇപ്പതാ പിന്നെയും വന്നിക്കണ്. ടോപ്പിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. എന്താണത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ചുകൊണ്ടാണ് BJP നേതാവും നടനുമായ കൃഷ്ണകുമാർ ഇക്കുറി രംഗത്തെത്തിയത്. ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് വീഡിയോയിലാണ് പുള്ളിയുടെ വിവാദ പരാമർശം. വീട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുള്ള വ്ളോഗിലാണ് കൃഷ്ണകുമാറിന്റെ കുസൃതി ഒളിച്ചിരിക്കുന്നത്. മകൾ ദിയയുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒന്നിച്ചിരിക്കുന്നതിനിടെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പരിഹസിക്കുന്ന നിലയിൽ പുള്ളിയുടെ ഒരു ചൊറിഞ്ഞ വർത്താനം. നീ ഓരോന്ന് പറയല്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ വാതിലൊന്നും മുട്ടിയേക്കല്ലേ എന്നാണ് പൊട്ടിച്ചിരിയോടെ കൃഷ്ണകുമാർ പറയുന്നത്. എന്ത് രസമുള്ള തമാശ അല്ലേ? ഇത് കേട്ട് ഭാര്യ സിന്ധുവും ചിരിക്കുന്നു. ഹാഹ, എന്താ അന്തസ്. നടനാണ് പോട്ടെ, 4 പെൺകുട്ടികളുടെ അച്ഛനാണ്.
അതും പോട്ടെ, രാഷ്ട്രീയക്കാരനാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത അങ്ങോട്ട് മനസ്സിലാവുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൊല്ലംകാരെ, നിങ്ങൾ പപ്പടത്തിന് തല്ലുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാലും ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അത് ഗംഭീരമായിട്ടുണ്ട്. ഈ കൃഷ്ണകുമാറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് പൂർണ്ണ ബോധ്യം വന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. പതിവ് പോലെ കൃഷ്ണകുമാറിനെ പഞ്ഞിക്കിടാൻ സോഷ്യൽ മീഡിയയിൽ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസത്തേക്ക് പുള്ളി എയറിലായിരിക്കും. പിന്നെ ഇതൊക്കെ കണ്ടും കൊടുത്തും നല്ല ശീലമുള്ളതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അഭിമാനപുരസ്കരം മറ്റൊരു കഞ്ഞിക്കറിയുമായി കൃഷ്ണകുമാറും കുടുംബവും വീണ്ടും വരും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങോട്ട് കത്താണ്. IFFKക്ക് നടി ഭാവനയെ കൊണ്ടുവന്ന ധൈര്യവും ചങ്കൂറ്റവും ഇരട്ടച്ചങ്കരെ കൈമോശം വന്നില്ലെങ്കിൽ ഇരയെ കാത്തിരിക്കാതെ പെട്ടെന്ന് നടപടിയെടുക്കും മിസ്റ്റർ. അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് തണുത്തുറഞ്ഞു പോകൂലേ.